നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ആധുനിക കായിക ലോകം ഇന്ന് വലിയ രീതിയിലുള്ള തന്ത്രപരമായ മാറ്റങ്ങളിലൂടെയും നിയമ പരിഷ്കാരങ്ങളിലൂടെയുമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വരും തലമുറകളെ ആകർഷിക്കാൻ വേണ്ടിയും കളിയുടെ വാണിജ്യപരമായ വളർച്ചയ്ക്കു വേണ്ടിയും പല പ്രമുഖ സംഘടനകളും വിചിത്രമായ പരീക്ഷണങ്ങൾ നടത്താൻ ഇപ്പോൾ തയ്യാറാകുന്നുണ്ട്. എന്നാൽ ഇത്തരം പരിഷ്കാരങ്ങൾ പലപ്പോഴും കളിയുടെ സ്വാഭാവികമായ ഭംഗിയെയും അതിന്റെ അടിസ്ഥാന തത്വങ്ങളെയും പൂർണ്ണമായും തകിടം മറിക്കുന്നതാണോ എന്ന് ഗൗരവമായി സംശയിക്കേണ്ടിയിരിക്കുന്നു. ആരാധകർ നെഞ്ചേറ്റിയ ഒരു ജനപ്രിയ വിനോദത്തിന്റെ ആവേശം കെടുത്താൻ പോകുന്ന തരത്തിലുള്ള ചില പുതിയ ചിന്തകളാണ് ഇപ്പോൾ അണിയറയിൽ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ കായിക പ്രേമികൾക്കിടയിൽ വലിയൊരു കൊടുങ്കാറ്റഴിച്ചുവിടാൻ പോകുന്ന ഒരു നിർദ്ദേശം ഇപ്പോൾ സ്പോർട്സ് ലോകത്ത് നിന്നും പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് ഈ നീക്കത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എന്നറിയാതെ വായനക്കാർ വലിയൊരു നിഗൂഢതയുടെ മുനമ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കായിക ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന തരത്തിലുള്ള ഒരു വലിയ പ്രഖ്യാപനത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ഇത്തരം പുതിയ തീരുമാനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ചില വ്യക്തികളുടെ താല്പര്യങ്ങൾ കേട്ടാൽ ഏതൊരു സാധാരണ കായിക പ്രേമിയുടെയും ചോര തിളച്ചു പോകും. കളിയിൽ കാലാകാലങ്ങളായി തുടർന്നു പോരുന്ന പരമ്പരാഗതമായ ശൈലികളെ അട്ടിമറിക്കാനും കളിയിലെ ആവേശം ചോർത്തിക്കളയാനും വേണ്ടി ചില മുൻകാല വിദ്വാൻമാർ നടത്തുന്ന വിചിത്രമായ കുത്തിത്തിരിപ്പുകൾ കായിക രംഗത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. കളിക്കാരുടെ സ്വാതന്ത്ര്യത്തെയും അവരുടെ നിർഭയമായ കളിശൈലിയെയും ബോധപൂർവം തളർത്താൻ വേണ്ടി ഇവർ ഏതറ്റം വരെയും പോകാൻ മടിക്കില്ല എന്ന് വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ്. കളിയിലെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ എന്ന വ്യാജേനെ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന പല ആശയങ്ങളും യഥാർത്ഥത്തിൽ കളിയുടെ സ്വാഭാവികമായ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നതാണ്. പുറമെ കളിയുടെ നന്മയെക്കുറിച്ച് സംസാരിക്കുകയും ഉള്ളിൽ വൻ ചതിക്കുഴികൾ ഒരുക്കുകയും ചെയ്യുന്ന ഇവരുടെ ഈ വിചിത്രമായ വാദങ്ങൾ വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾക്ക് വഴിമാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരു മത്സരത്തിന്റെ ആവേശമില്ലാതാക്കാൻ ഇവർ കണ്ടെത്തുന്ന പുതിയ ന്യായീകരണങ്ങൾ ശുദ്ധഹാസ്യമാണ്. സെലക്ടർമാരുടെയും ചില മുൻ കോച്ചുമാരുടെയും ഈ വിചിത്രമായ നിലപാടുകൾക്കെതിരെ ഇപ്പോൾ ആരാധകരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിൽ ആളിപ്പടരുന്നത്. നന്നായി പെർഫോം ചെയ്യുന്ന ബാറ്റർമാരെ പ്രതിരോധത്തിലാക്കാനും അവരുടെ ആക്രമണോത്സുകത ഇല്ലാതാക്കാനും വേണ്ടി ഇത്തരം കടുംവെട്ടുകൾ കൊണ്ടുവരുന്നത് അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നാണ് ഭൂരിഭാഗം ആളുകളും ആവശ്യപ്പെടുന്നത്. സ്റ്റേഡിയങ്ങളിലേക്ക് കാണികളെ ആകർഷിക്കുന്ന വെടിക്കെട്ട് പ്രകടനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന ഈ പുതിയ നിയമങ്ങൾ കളിയുടെ ജനപ്രീതിയെ തന്നെ ബാധിക്കും. കളിക്കാരെ എപ്പോഴും ഒരു തരത്തിലുള്ള ഭയത്തിന്റെ നിഴലിൽ നിർത്താൻ മാത്രമേ ഇത്തരം പരിഷ്കാരങ്ങൾ ഉപകരിക്കുകയുള്ളൂ. സാധാരണക്കാരായ ജനങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ട കായിക വിനോദത്തെ ഇത്രമേൽ സ്നേഹിക്കുന്നത് ഇത്തരം കൊടിയ ചതികളും അനാവശ്യമായ നിയന്ത്രണങ്ങളും കാണാൻ വേണ്ടിയല്ല. കായിക നിയമങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ചില ആളുകളുടെ കണ്ണു തുറക്കാത്ത നിലപാടുകൾ ഈ വ്യവസ്ഥിതിയുടെ ജീർണതയാണ് കാണിക്കുന്നത്. ഇതിനു മുൻപ് നടന്ന സുപ്രധാനമായ പല ടൂർണമെന്റുകളിലും ഇത്തരം വിചിത്രമായ ചില പരീക്ഷണങ്ങൾ നടത്തി നമ്മൾ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ പല മത്സരങ്ങളിലും ചില നിയമങ്ങളുടെ ഇടുങ്ങിയ ചിന്താഗതികൾ കാരണം കളിക്കാരുടെ സ്വാതന്ത്ര്യവും തനതായ കളിശൈലിയും നഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. അന്ന് ആരാധകർ ചോദിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഒരു മറുപടി നൽകാൻ പോലും ഈ അധികാരികൾക്ക് സാധിച്ചിരുന്നില്ല. സ്വന്തം ഭാഗത്തെ പിഴവുകൾ മറച്ചുവെക്കാൻ വേണ്ടി അവർ എപ്പോഴും പുതിയ തന്ത്രങ്ങളുമായി വരികയാണ് പതിവ്. കഴിഞ്ഞ ടൂർണമെന്റുകളിലെല്ലാം കണ്ട അപ്രവചനീയതയും ആവേശവുമാണ് ഈ കളിയുടെ ജീവവായു എന്ന് പറയപ്പെടുന്നത്. എന്നാൽ അത്തരം മാസ് പ്രകടനങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ പോകുന്ന തരത്തിലുള്ള പുതിയൊരു നിയമ പരിഷ്കാരമാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. കളിക്കാരെ വലിയ സമ്മർദ്ദത്തിലാക്കുന്ന ഈ ഒരു പുതിയ മാറ്റം വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിമാറുമെന്നത് ഉറപ്പാണ്. ഇവിടെയാണ് ക്രിക്കറ്റ് ലോകത്തെയാകെ ഞെട്ടിച്ചുകൊണ്ട് ആ വലിയ സസ്പെൻസ് വെളിപ്പെടുന്നത്. 2020 ക്രിക്കറ്റിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയേക്കാവുന്ന ഒരു സുപ്രധാന നിർദ്ദേശമാണ് മുൻ ഓസ്ട്രേലിയൻ ഇതിഹാസവും പരിശീലകനുമായ ഗ്രെഗ് ചാപ്പൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നിലവിൽ ഒരു 2020 ഇന്നിംഗ്സിൽ ഒരു ടീമിന് അനുവദിച്ചിരിക്കുന്ന 10 വിക്കറ്റുകൾ എന്നത് വെറും 6 വിക്കറ്റുകളായി ചുരുക്കണമെന്നതാണ് അദ്ദേഹത്തിന്റെ ആ വിചിത്രമായ ആശയം.
വെറും 120 പന്തുകൾ നേരിടാൻ 10 ബാറ്റർമാർ ഉള്ളതുകൊണ്ടാണ് അവർ ഭയമില്ലാതെ അടിച്ചു കളിക്കുന്നതെന്നും വിക്കറ്റുകൾ 6 കുറച്ചാൽ ഓരോ വിക്കറ്റിനും പൊന്നിന്റെ വില വരുമെന്നാണ് ചാപ്പലിന്റെ വാദം. എന്നാൽ ഈ 6 വിക്കറ്റ് നിയമം വന്നാൽ അത് കളിക്കാരെ കടുത്ത പ്രതിരോധത്തിലാക്കുമെന്നും 2020യുടെ ജീവവായുവായ ആക്രമണോത്സുകതയും സ്വാതന്ത്ര്യവും വെടിക്കെട്ടും പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നുമാണ് കോടിക്കണക്കിന് ക്രിക്കറ്റ് ആരാധകർ ഭയപ്പെടുന്നത്. ബൌളർമാർക്ക് ആധിപത്യം നൽകാൻ വേണ്ടി ചാപ്പൽ കൊണ്ടുവന്ന ഈ കടുംവെട്ട് വരും ദിവസങ്ങളിൽ ക്രിക്കറ്റ് ലോകത്ത് വലിയൊരു യുദ്ധത്തിന് തന്നെ വഴി തുറക്കുമെന്നത് ഉറപ്പാണ്. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി സ്പോർട്സ് പിച്ച് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്